മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് പ്രതികൾക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവുകളുണ്ട്, തങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് എന്നായിരുന്നു ടി.ബി. മിനി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുമെന്നൊരു അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം ആ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ സാഹചര്യത്തിൽ ഇനി തുടർ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ നടി തന്നെ ഹൈക്കോടതിയിൽ വീണ്ടും ഒരു അപ്പീലിന് പോകാനുള്ള സാധ്യതയടക്കം നമുക്കതൊരു സാധ്യതയായി കാണാനേ സാധിക്കൂ. എത്തരത്തിൽ വേണമെങ്കിലും നടിയുടെ അഭിഭാഷകയ്ക്ക് നടിക്ക് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ ഈ 7 മുതൽ 10 വരെയുള്ള പ്രതികൾക്ക് ഈ കുറ്റം അവരുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തൊരു സാഹചര്യം, അതിനെ അതിജീവിത എങ്ങനെ നോക്കിക്കാണും, അതിജീവിതയുടെ അഭിഭാഷക അതിനെ എങ്ങനെ നോക്കിക്കാണും, അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇനി ഈ കേസിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്. നടൻ ദിലീപ് കുറ്റവിമുക്തനായി, അതിനുള്ള വിധി പ്രഖ്യാപിച്ചു, വെറുതെ വിട്ടു. പക്ഷേ ഇനി അങ്ങോട്ടും നിയമ നടപടികൾ അവസാനിക്കുന്നില്ല എന്നുള്ളൊരു സൂചന കൂടി നൽകുന്നതാണ് ഇപ്പോൾ നിലവിലെ ഈ വിധി പ്രസ്താവം എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യവിന്. ഒരുപക്ഷെ ദിലീപ് നേരത്തെ തന്നെ മനസ്സിലാക്കി കാണും താൻ കുറ്റവിമുക്തനാകുമെന്നൊരു ഇത് ദിലീപിന് ഉണ്ടാകുമെന്നത് അടക്കം തന്നെ പരിപാടികളിൽ ദിലീപ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് വാർത്തകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെയായിരിക്കും ഒരുപക്ഷെ ദിലീപ് എന്ന കോടതി മുറിയിൽ ഹാജരായിട്ടുണ്ടാവുക. എന്തായാലും എടുത്തു പറയേണ്ടത് 2017 നടന്ന സംഭവം 25-ലാണ് വിധി വരുന്നത്. അതായത് 8 വർഷം നീണ്ടു നിന്ന സംഭവം നടന്ന 8 വർഷം, വിചാരണ നടപടികൾ തുടങ്ങി 6 വർഷം. അങ്ങനെ 6 വർഷത്തെ വിചാരണ നടപടികളിൽ പല തടസ്സങ്ങളും ഇതിനിടയ്ക്ക് നേരിട്ടു. കൂറുമാറ്റങ്ങൾ കണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടക്കം നടിക്കൊപ്പം നിന്ന പലരും പിന്നീട് കൂറുമാറുന്ന സാഹചര്യം താൻ കണ്ടു. അല്ലെങ്കിൽ ദിലീപിന് നടിയോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന പോലീസ് അന്വേഷണ സംഘത്തിനും മൊഴി നൽകിയവർ തന്നെ പിന്നീട് കോടതിയിൽ പോയി തനിക്കൊന്നും അറിയില്ല, തനിക്ക് ഓർമ്മയില്ല, താനൊന്നും കണ്ടില്ല, താനൊന്നും കേട്ടില്ല തുടങ്ങിയ മൊഴി മാറ്റം. അതായിരുന്നു പ്രോസിക്യൂഷനെ സംബന്ധിച്ച് നോക്കുക, അല്ലെങ്കിൽ അഭിഭാഷകരെയും അന്വേഷണ സംഘത്തെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയാൻ സാധിക്കും. മറ്റൊന്ന്, അന്നത്തെ അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ഇടവേള ബാബു ആദ്യം നടി തനിക്ക് ഈ നടനെതിരെ പരാതി തന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് പറയുന്നു. കോടതിയിലേക്ക് പോകുമ്പോൾ അതും മാറ്റി പറയുന്നു. അത്ര മാറ്റങ്ങളുടെ വർഷം എന്ന് തന്നെ പറയാൻ സാധിക്കും. അതും പല കാര്യങ്ങളും ഈ ഘട്ടങ്ങളിലൊക്കെ കോടതിക്ക് മുന്നിൽ വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വാദപ്രതിവാദത്തിന്റെ ഭാഗമായി പല കാര്യങ്ങളും, അല്ലെങ്കിൽ ദിലീപിന്റെ ആദ്യ ഭാര്യയും രണ്ടാം ഭാര്യയുമായി ബന്ധപ്പെട്ട് ഈ നടി ഈ അതിജീവിതയുടെ റോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ആദ്യ ഭാര്യ ഈ രണ്ടാം ഭാര്യ കാവ്യവുമായുള്ള ബന്ധം ആദ്യ ഭാര്യ അറിയുന്നത്, അല്ലെങ്കിൽ ഇവർ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ആദ്യ ഭാര്യ മഞ്ജു വാര്യരും ദിലീപും വിവാഹ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ആ കാലത്ത്, വിവാഹബന്ധം വേർപ്പെടുത്താത്തതിന് മുമ്പത്തെ ആ ഒരു കാലത്ത് ദിലീപിന് കാവ്യയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് അറിയിച്ചത് അതിജീവിത. പല പേരുകളിൽ ഫോൺ നമ്പറുകൾ ഫോൺ സേവ് ചെയ്തിരുന്നു. ഈ വ്യാസൻ എന്നുള്ള പേരിൽ സേവ് ചെയ്തിരുന്നു. ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിലും പല പേരുകളിലുമൊക്കെ. ഇതൊക്കെ കോടതിയിലെ വാദപ്രതിവാദങ്ങളായി വന്ന ചില കാര്യങ്ങളാണ്, ചില പരാമർശങ്ങളാണ്. എന്നാൽ അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അത് അത്രത്തോളം തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വകുപ്പുകളിലേക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ നടപടികളിലേക്കോ ഒക്കെ തന്നെ കടന്നു വന്നേനെ. ഇതിൽ ഒരു വകുപ്പ് പോലും, ഇപ്പോൾ ദിലീപിന് മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ഒരു വകുപ്പ് പോലും പ്രോസിക്യൂഷൻ അത് തെളിയിക്കാൻ സാധിച്ചില്ല, തെളിവുകൾ നിർത്താൻ സാധിച്ചില്ല. ഇപ്പോൾ അതിന്റെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ്, ഈ സാഹചര്യ തെളിവുകൾ കൃത്യമായി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ശിക്ഷ ദിലീപിന് ലഭിച്ചേനെ. പക്ഷേ അത് ലഭിച്ചില്ല, അത് തെളിയിക്കാൻ സാധിച്ചില്ല, പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ദിലീപ് ഈ കേസിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേരളത്തിൽ വലിയൊരു കോളിളക്കം, രാജ്യം തന്നെ, അതെ, കേരളത്തിൽ വലിയ, അതായത് രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിലേക്കൊരു മൂവ്മെന്റ് നടന്ന ഒരു സംഭവം അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഈ അതിജീവിതക്കെതിരായ ഈ ഒരു ആക്രമണമാണ്. പിന്നീട് രാജ്യത്തിലാദ്യമായി സിനിമയിലെ സ്ത്രീകൾ ഒരു കൂട്ടായ്മ തുടങ്ങുന്നു. അത് രാജ്യം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്നു. ഹേമ കമ്മിറ്റി രൂപപ്പെടുന്നു. പിന്നീട് അതിന്റെ അന്വേഷണം പുറത്തു വരുന്നു. ഇത്തരത്തിലുള്ള നിരവധി അതിക്രമങ്ങൾ വരുന്നു. എന്നാൽ അതിന്റെ ഇടയിലും ഈ കോർട്ട് പ്രൊസീഡിങ്സ്, ഇൻഹൌസ് പ്രൊസീഡിങ്സ് അത് കൃത്യമായിട്ട്
മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് പല കാര്യങ്ങൾ, അതായത് ഈ സെഷൻ കോടതി മാത്രം ഒതുങ്ങിയിട്ടില്ല വിനയ, കാരണം ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കുമൊക്കെ ജാമ്യം നിഷേധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് സുപ്രീം കോടതിയിൽ പോകുന്ന സാഹചര്യം, ഈ അഭിഭാഷകനെ മാറ്റുന്ന സാഹചര്യം തുടങ്ങിയ നിരവധിയായിട്ടുള്ള സംഭവ വികാസങ്ങൾ, ഒരുപക്ഷെ ഒരു സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ നടിയെ ആക്രമിച്ച കേസുമായി നടന്നിട്ടുണ്ടായിരുന്നത്. ഈ കൂറുമാറ്റം മാത്രമല്ല ഉണ്ടായിരുന്നത്, ഈ അഭിഭാഷകനെ മാറ്റുന്ന സംഭവം, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിനെ സംബന്ധിച്ച് അത് 3 തവണ മെമ്മറി കാർഡ് 3 തവണ ഓപ്പൺ ചെയ്തു എന്നുള്ള ആരോപണം, ഈ ഹാഷ് വാല്യൂ മാറിയതിനെ സംബന്ധിച്ച്. അത് മാത്രമല്ല, ഈ കോടതിയെ വരെ പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലുള്ള ഒരു നീക്കമൊക്കെ അതിജീവിത നടത്തിയിട്ടുണ്ട്. അതിനായി ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് തന്നെ 90ഓളം ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് CBIക്ക് അന്വേഷണം കൈമാറണം, CBI ഈ കേസ് അന്വേഷിക്കണം, അതോടൊപ്പം തന്നെ ഈ മെമ്മറി കാർഡ്, അതാണ് ഏറ്റവും സുപ്രധാനമായ പ്രതിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാന തെളിവായിട്ടുള്ള ആ മെമ്മറി കാർഡ്, ദൃശ്യങ്ങൾ അടങ്ങിയ ആ മെമ്മറി കാർഡ് തനിക്ക് ലഭിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ആവശ്യമായി സുപ്രീം കോടതിയെ വരെ സമീപിച്ചിരുന്നു. പക്ഷേ അത് സുപ്രീം കോടതി ദിലീപിന് അനുകൂലമായൊരു വിധിയല്ല അന്ന് കൊടുത്തിരുന്നത്. പിന്നീടും കോടതി നടപടികൾ അങ്ങനെ മുന്നോട്ട് പോയി. ഇതിന്റെ ഇടയിൽ ഈ ബാലചന്ദ്രകുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ ഒന്നും കൂടി എടുത്തു സൂചിപ്പിക്കണം. കാരണം ഇത് 1-ാം കുറ്റപത്രം സമർപ്പിച്ച് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ആ 1-ാം കുറ്റപത്രത്തിൽ 1 മുതൽ 6 വരെയായിരുന്നു പ്രതികൾ. പിന്നീട് അതിനെ സംബന്ധിച്ച് അനുബന്ധ കുറ്റപത്രം കൂടി നൽകുന്നു. ശേഷം ഈ 2022 ഈ ബാലചന്ദ്രകുമാറിന്റെ ആ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. ദിലീപിന്റെ വീട്ടിൽ വെച്ച് തന്നെ പൾസർ സുനിയുടെ സാന്നിധ്യം, പൾസർ സുനിയെ കണ്ടിരുന്നു എന്നുള്ള തരത്തിലൊക്കെ ഒരു വെളിപ്പെടുത്തലെല്ലാം വരുന്നത്. ആ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം വീണ്ടും ഒരു തുടരന്വേഷണം, ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കൽ, അതിനുശേഷം കൂടുതൽ ഗൂഢാലോചന, ഈ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടുള്ള ആ ഒരു സാഹചര്യം. ഇപ്പോൾ ആ ഗൂഢാലോചന കുറ്റം, ദിലീപിന് മേലുള്ള കുറ്റങ്ങളൊന്നും പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. ദിലീപിന്റെ സിനിമാ ഭാവി ഇപ്പോൾ സുരക്ഷിതമാണ്. കാരണം ഈ ഒരു കേസിന്റെ വിധിയിലായിരുന്നു ദിലീപിന്റെ സിനിമാ ഭാവി എന്നുള്ളത് ഇരിക്കാൻ വയ്യ. കാരണം സിനിമാ ലോകവും അല്ലെങ്കിൽ ഈ കേസിന്റെ വിധി മറ്റൊന്നായിരുന്നെങ്കിൽ ദിലീപിന്റെ ഭാവി എന്താകുമായിരുന്നു എന്നുള്ള ചോദ്യവുമുണ്ട്. ഈ ഒരു 8 വർഷക്കാലം ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക്കായി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇന്നിപ്പോൾ ഈ കുറ്റവിമുക്തരാണ് എന്ന് കോടതി വിധിച്ചതിന് പിന്നാലെയാണ് ദിലീപ് പബ്ലിക്കായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അത് മുൻ ഭാര്യയും അടിയുമായിട്ടുള്ള മഞ്ജു വാര്യരെ കുറിച്ച് പബ്ലിക്കായി പ്രതികരണം നടത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ 8 വർഷത്തിനിടെ തന്നെ നിരവധിയായിട്ടുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ സുപ്രീം കോടതിയിൽ എത്തുന്നു, ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുന്നു, ഒരുപക്ഷെ അതിജീവിത അടക്കം തന്നെ ഒരു നീണ്ട നിയമ പോരാട്ടം തന്നെയായിരുന്നു അതിജീവിതയുടെ ഭാഗത്തു നിന്നും നടന്നത്. തുടക്കം മുതൽ തന്നെ അതിജീവിത സമയത്ത് നമുക്ക് പി ടി തോമസ് മറക്കാൻ സാധിക്കില്ല. കാരണം ഈ ഒരു കേസ് ഇന്ന് പുറം ലോകം അറിയുന്നു, അല്ലെങ്കിൽ പുറം ലോകം അറിയുന്നുണ്ടെങ്കിൽ അതിന് മുഖ്യ കാരണങ്ങളിൽ ഒരാൾ പി ടി തോമസ്. അതായത് അതിവേഗം നടപടികൾ സ്വീകരിച്ചു ഈ പി ടി തോമസിന്റെ സാന്നിധ്യത്തിൽ വരെ പറയേണ്ട സാഹചര്യം അന്ന് ാണ് ഈ ഒരു സംഭവം നടന്നത്. ആ സംഭവം നടന്ന ലാലിന്റെ വീട്ടിലേക്കാണ് അതിജീവിത ഓടിച്ചെല്ലുന്നത്. കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നു. ഉടൻ തന്നെ ലാൽ ആദ്യം വിളിക്കുന്നു നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫിനെയും പിന്നീട് പി ടി തോമസിനെയുമാണ് വിളിക്കുന്നത്. പി ടി തോമസ് ആ സമയത്ത് വന്ന്, നമ്മൾ കഴിഞ്ഞ ദിവസം ഉമാ തോമസ് MLA യും പ്രതികരിച്ചിരുന്നു. കാരണം അന്ന് ആ ദിവസം രാത്രി അപ്പോൾ ഈ സംഭവം അറിഞ്ഞ ഉടൻ റേഞ്ച് IG-യെയും ഒപ്പം കമ്മീഷണറെയും വിളിച്ച് എത്രയും വേഗം വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെയും വിട്ട് എത്രയും വേഗം ഈ അതിജീവിതയുടെ മൊഴി എടുക്കുക, കേസ് എടുക്കുക എന്നുള്ള തരത്തിലേക്ക് നീക്കം നടത്തി സ്വന്തം മകളെ പോലെ തന്റെ വീട്ടിൽ എന്തോ സംഭവിച്ച പോലെയായിരുന്നു അന്ന് പി ടി പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം സങ്കടത്തിലാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ആ തുടക്കകാലത്ത്, അതായത് ഈ കേസ് തുടങ്ങുന്ന കാലത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരു അലംഭാവം ഉണ്ടാകുന്നു. കേസ് എടുക്കുന്നതിൽ തന്നെ അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നതിൽ തന്നെ ഒരു അലംഭാവം ഉണ്ടാകുന്നു. ഇതിനെതിരെ പബ്ലിക്കായി അന്ന് പി ടി തോമസ് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് സംസ്ഥാന അവാർഡ് അടക്കം മുകേഷ് അടക്കമുള്ള നടന്മാരെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലാണ് വലിയ രീതിയിൽ സംഘടനയ്ക്കുള്ളിൽ
വലിയ രീതിയിലുള്ള ഒരു കോലാഹലം സൃഷ്ടിച്ചതാണ്. കാരണം നമ്മളിപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ കറങ്ങി നടക്കുന്ന ചില മീമുകളുണ്ട്. ആ മീമുകളൊക്കെ അതിന്റെ ആ മീം എന്ന് പറയുന്നത് ആ ഒരു മീറ്റിംഗിന്റെ പശ്ചാത്തലമാണ്. ഈ ദിലീപിനെ സംബന്ധിച്ച് ദിലീപിനെ പുറത്താക്കണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു കോലാഹലം അന്നത്തെ ആ ഒരു അമ്മ സംഘടനയ്ക്കുള്ളിൽ ആ മീറ്റിംഗിൽ നടന്നിരുന്നു. അന്ന് ഗണേഷ് കുമാർ പറഞ്ഞ ഒരു വാക്ക് ഞാനിപ്പോൾ ഓർക്കുന്നു. അതായത് രണ്ടുപേരും മുകേഷും പറഞ്ഞു, പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു വാക്കാണ്. കാരണം രണ്ടുപേരും അമ്മയുടെ കുട്ടികളാണ്. ഞങ്ങൾക്ക് രണ്ടുപേരെയും വേണം, ഞങ്ങൾ രണ്ടുപേർക്കൊപ്പവും നിൽക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് ദിലീപിന്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയത്. പിന്നീട് മമ്മൂട്ടിയാണ് ഈ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്, അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും ദിലീപിനെ പുറത്താക്കുന്നു, പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നു എന്നുള്ള ആ ഒരു പ്രഖ്യാപനം സംഘടനയ്ക്ക് വേണ്ടി, സിനിമാ താരങ്ങൾക്ക് വേണ്ടി അന്ന് നടൻ മമ്മൂട്ടിയാണ് പ്രതികരിച്ചത്. ഈ അന്നത്തെ ആ പൊതുവേദിയിലും മമ്മൂട്ടി കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ആ ഒരു അഗ്നിഗോളം അല്ലെങ്കിൽ ആ അതിജീവിതയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു അഗ്നിഗോളം ഇവിടെ കത്തുകയാണ്. അത് വലിയൊരു തീഗോളമായി മാറട്ടെ എന്നുള്ളതാണ് നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച മഞ്ജു വാര്യരും ദിലീപും ഒക്കെ തന്നെ പങ്കെടുത്ത ആ വിവാദ പ്രസ്താവന, ഐക്യദാർഢ്യ സദസ്സിൽ മമ്മൂട്ടി നടത്തിയ ആ ഒരു പ്രസ്താവന ഒക്കെ തന്നെ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. എന്തായാലും അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു. പിന്നീട് അമ്മയിലോട്ട് ദിലീപിനെ തിരിച്ചെടുക്കുന്നു. അതിന് പിന്നാലെ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ തുടങ്ങിയ നിരവധി നടിമാർ ആ സംഘടനയിൽ നിന്നും രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് WCC എന്നൊരു സംഘടന അമ്മയിൽ രൂപപ്പെടുന്നത്. അതായത് ആൺ മേൽക്കോയ്മ എന്നുള്ളത് നിഷേധിച്ചാണ് ഈ സ്ത്രീകളെല്ലാം ഒരു കൂട്ടായ്മ തുടങ്ങുന്നത്. അതോടൊപ്പം ഈ നടനൊപ്പം നിൽക്കുന്നു, അതെ, ഈ നടനൊപ്പം നിൽക്കുന്നു ഈ സംഘടന എന്നുള്ള തരത്തിലാണ്. ഇപ്പോൾ വിനയ, മറ്റൊരു കാര്യമുണ്ട്, സാഹചര്യം വ്യത്യസ്തമാണ്. അമ്മ സംഘടനയുടെ തലപ്പത്ത് ഇപ്പോൾ സ്ത്രീകളാണുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അമ്മ സംഘടനയ്ക്ക് എന്താണ് പറയാനുള്ളതും എന്നുള്ളതും ഏറെ നിർണായകമാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ സിനിമാ മേഖലയിൽ എത്രത്തോളം അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ നടിമാർ നേരിടുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയം വരെ സിനിമ എന്ന് പറയുന്നത് നമ്മളെ നോക്കുമ്പോൾ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. അന്ന് വരെ വളരെ അല്ലെങ്കിൽ ജനപ്രിയ നടനായിരുന്ന പലരും പിന്നീട് വില്ലൻ കഥാപാത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ MLA-ക്ക് അടക്കം തന്നെ ആരോപണം മുന്നിൽ നിൽക്കേണ്ട സാഹചര്യം. MLA-ക്ക് നേരെ വധഭീഷണി ഉണ്ടായി എന്നുള്ളത് PT തോമസ് അന്ന് പറഞ്ഞൊരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി സംഭവ വികാസങ്ങൾ അടങ്ങിയ ഒരു ഏട് അല്ലെങ്കിൽ 6 കൊല്ലം നീണ്ട വിചാരണ നടപടികൾ, ഇതിനൊപ്പം നിരവധി സാക്ഷികൾ, എത്രയോ രേഖകൾ, 800-ലധികം രേഖകൾ, അങ്ങനെ പോയ ആ കേസ് ഇപ്പോൾ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു. പക്ഷേ അതിജീവിത ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു വിധി കൊണ്ട് തൃപ്തയാണോ എന്നുള്ളതും ഒരു കാര്യമുണ്ട്. ഒരിക്കലും ആയിരിക്കില്ല. കാരണം തുടക്കം മുതൽ അതിജീവിത പറഞ്ഞ പേരുകളിലൊന്ന് നടൻ ദിലീപിന്റേതാണ്. ആ ദിലീപിനെയാണ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിധി അതിജീവിതത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് 6 പ്രതികൾക്ക് ഈ ശിക്ഷ ലഭിക്കുമെങ്കിലും 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനൊന്നും തന്നെ ശിക്ഷ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി തുടർ നടപടികളിലേക്കായിരിക്കും അതിജീവിത കടക്കുക. അമ്മ സംഘടന ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് പറയുക എന്നതും ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഈ 7 തൊട്ട് 10 വരെയുള്ള പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. അതിൽ 7, 9, 10 ഇതിൽ 8ാം പ്രതിയാണ് ദിലീപ്. അപ്പോൾ മറ്റു പ്രതികൾക്കെതിരെ അതിജീവിത ഒരു കാരണവശാൽ അപ്പീൽ പോയില്ലെങ്കിലും നടൻ ദിലീപിനെതിരെ അപ്പീൽ പോകാനുള്ള സാധ്യത ഏറെയാണ്. നമ്മൾ അഭിഭാഷക TB മിനിയോട് സംസാരിച്ചപ്പോഴും നമുക്ക് അത്തരത്തിലുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം അത് നേരത്തെ പ്രതികരിച്ചത് ശുഭപ്രതീക്ഷയുണ്ട്, ശിക്ഷ ലഭിക്കേണ്ടതാണെന്നുള്ളത് തന്നെയാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ഈ ഒരു വിധി വരുന്ന സമയത്ത് എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇനി ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള സാധ്യത ഏറെയാണെന്നുള്ളത് തന്നെയാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇനി ഹൈക്കോടതിയിലോട്ട് അപ്പീൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം തുടക്കം മുതൽ തന്നെ നടിയുടെ ആരോപണം 8ാം പ്രതിയിലേക്കായിരുന്നു. കൂടാതെ തന്നെ മറ്റ് പ്രമുഖരായിട്ടുള്ള നടിമാരടക്കം തന്നെ ഈ ഒരു നടിയുടെ ഒപ്പം തന്നെ തുടക്കം മുതൽ തന്നെ നിന്ന ഒരുപാട് ആളുകളുണ്ട്. ലാൽ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ 2017 കേസ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ നടിയോടൊപ്പം നിന്നതാണ്. കുഞ്ചാക്കോ ബോബൻ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കുഞ്ചാക്കോ ബോബൻ അടക്കം തന്നെയുള്ള നടന്മാർ അന്ന് നടിക്കൊപ്പം തന്നെ നിന്നവരാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് മറ്റൊന്നാണ്. ആദ്യം ഈ നടിക്കൊപ്പം നിന്നും പിന്നീട് കൂറുമാറിയ പലരും
ഇടവേള ബാബു കൂടാതെ ഭാമ തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആ സമയത്ത് അവരും മാറുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇനി അറിയേണ്ടത് നടി അപ്പീലിന് പോകുമോ എന്ന് തന്നെയാണ്. എന്തായാലും സാധ്യത കൂടുതൽ തന്നെയാണ്. അതെ, ഇനിയിപ്പോൾ അത്തരത്തിലുള്ള നിയമ നടപടികൾക്ക് സാധ്യതയുള്ളതാണ്. അതോടൊപ്പം നമ്മൾ കാത്തിരിക്കുന്നത് ഇതിൽ വിധി വന്നു, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി, 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് കുറ്റക്കാർ. അവർക്കുള്ള ശിക്ഷ എന്താണ്, അവർക്കുള്ള ശിക്ഷാവിധി എന്താണെന്നുള്ളതും കൂടി ഏറെ നിർണായകമാണ്. അത് 12-ാം തീയതി ആണ് അതിനെ സംബന്ധിച്ചൊരു വിധി ഉണ്ടാവുക. അതുവരെ പ്രസാദ് കാളിദാസനിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പ്രോസിക്യൂഷന് ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർ പ്രതികരിക്കുകയുണ്ടായി. മന്ത്രി സജി ചെറിയാനോട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ സജി ചെറിയാൻ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ വിധിയുടെ വിശദാംശങ്ങൾ ലഭിക്കാനിരിക്കുന്നതേയുള്ളൂ. മാധ്യമങ്ങൾക്കടക്കം അതിൻ്റെ പൂർണ്ണ രൂപം ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കോടതി എന്തൊക്കെ കാര്യങ്ങളിൽ ആണ് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ആയിരിക്കും ഇതിൽ മേൽക്കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു തീരുമാനമെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാൻ സൂചിപ്പിച്ചത്. ഒപ്പം തന്നെ ഇതൊക്കെയാണെങ്കിൽ തന്നെയും സർക്കാർ അതിജീവിതമാർക്കൊപ്പം തന്നെ ആയിരിക്കുമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾക്ക് മന്ത്രി സജി ചെറിയാൻ്റെ വാക്കുകളിലേക്ക് പോയിട്ട് വരാം. കേരളം വളരെയേറെ ഗൗരവത്തോട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. ആ കേസിൽ ഇപ്പോൾ കേട്ടിടത്തോളം 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരും ബാക്കിയുള്ളവർ നിരപരാധികളാണെന്നുള്ള നിലയിലാണ് വിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ആധികാരികമായി കോടതിയുടെ നിരീക്ഷണങ്ങൾ പഠിക്കാതെ ഒരു അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു അഭിപ്രായമായിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളും നിരീക്ഷണങ്ങളും അത് മനസ്സിലാക്കി ഒരു അഭിപ്രായമാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്താണ് കോടതി പറഞ്ഞിട്ടുള്ളത്? ഇപ്പം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ കോടതികൾ ഓരോ വിഷയത്തെ പറ്റി വിധി പ്രസ്താവിക്കുന്നത്. അപ്പൊ ഏത് തെളിവ് അടിസ്ഥാനത്തിലാണ് ശിക്ഷിക്കപ്പെട്ടതെന്നും ഏത് തെളിവ് അടിസ്ഥാനത്തിലാണ് വെറുതെ വിട്ടതെന്നുള്ളത് മനസ്സിലാക്കാതെ നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. കോടതി നിരീക്ഷണം എന്താണെന്നുള്ളത് പുറത്തു വന്നില്ല. ഗൂഢാലോചന തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ദിലീപ് ഉൾപ്പെടെ ഗൂഢാലോചന കേസായിരുന്നല്ലോ പ്രതികൾ. പക്ഷെ അതിൽ അങ്ങനെ തെളിയിക്കാൻ കഴിയാത്തതാണ് അവരെ പ്രതികളും കാരണം എന്നുള്ളതാണ്. അതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ എന്തെങ്കിലും നിരീക്ഷണം കാണും. കാരണം കേസിന്റെ ഫൈൻഡിങ്സിൽ തീർച്ചയായിട്ടും കോടതി പറഞ്ഞു കാണും ഇന്ന കാരണത്താലാണ് അവരെ വെറുതെ വിടുന്നതെന്നുള്ളത്. ആ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഒരു ആധികാരികമായ മറുപടി ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. അത് സംബന്ധിച്ച് സർക്കാർ ഉചിതമായ തീരുമാനമാക്കാൻ. എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ സർക്കാർ വേട്ടക്കാരന്റെ ഒപ്പം അതോടൊപ്പം തന്നെ നടിയുടെ ഒപ്പം, ആക്രമിക്കപ്പെട്ട നടിയുടെ ഒപ്പം ഒരുമിച്ച് നിൽക്കുന്ന 2 കാര്യങ്ങൾ ചെയ്യുന്ന ഒരേ സമയം എന്നുള്ളതായിരുന്നു. അപ്പം ഇതിൽ ഇപ്പോഴത്തെ ഒരു നിലപാട് എങ്ങനെയാണ്? ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ ഒപ്പം തന്നെയാണോ അതോ ഇപ്പോ ഈ പറഞ്ഞ 8-ാം പ്രതിക്കൊപ്പം? എന്നും അതിജീവിതയോടൊപ്പമാണ് സർക്കാർ. ആര് കുറ്റം ചെയ്താലും അത് എത്ര ഉന്നതനാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് ഉന്നതനാണെങ്കിലും കുറ്റവാളിയാണെങ്കിൽ നിയമത്തിന് ഉൾപ്പെടും. ആ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നത്. ആ അന്വേഷണ അടിസ്ഥാനത്തിലാണ് ഒരു കേസ് തയ്യാറാക്കി കോടതി സബ്മിറ്റ് ചെയ്തത്. വർഷങ്ങളോളം നീണ്ടുനിന്ന വിസ്താരവും വിചാരണയുമാണ് നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ ഫൈൻഡിങ്സ് നടത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് കോടതി ശിക്ഷിക്കപ്പെടാൻ ഇടവന്ന കാരണവും വെറുതെ വിടാനുണ്ടായ കാരണവും മനസ്സിലാക്കിയിട്ട് നമുക്കൊരു മറുപടി പറയാൻ പറ്റും. ചോദ്യത്തിന് ഇതാണ് മറുപടി. എന്നും അതിജീവിതോടൊപ്പമായിരിക്കും. ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ നിയമ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സർക്കാരിന് ആ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുമില്ല. ഇപ്പോഴും ആ സ്റ്റാൻഡിൽ നമ്മൾ ഉറച്ചിരിക്കുക. ഇനി മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ സർക്കാരിന്റെ ഒരു പിന്തുണ നടിക്കുണ്ടാവുമോ? അല്ല, അത് നമ്മളിപ്പം അതാ ഞാൻ പറഞ്ഞത്, നിരീക്ഷണങ്ങൾ എന്താണെന്നുള്ള തെളിവ്, ഏതൊക്കെ തെളിവ് ആണ് കോടതി ഇതിൽ കണ്ടിട്ടുള്ളത്, അല്ലെ എന്താണ് തെളിവിന്റെ ഭാഗമായി വന്നിട്ടുള്ള കുറവ്, ആ ഭാഗങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഒരു തീരുമാനം നമുക്ക് എടുക്കാവുന്നത്. ഈ എല്ലാവരും ആകാംക്ഷയോടെ ഈ വിധി കേട്ടിരുന്ന ഒരു ദിവസമാണല്ലോ. എല്ലാവരും കേരളത്തിലല്ലോ ഇന്ത്യയിലെ മലയാളികളെല്ലാം
വളരെ ആകാംക്ഷയോടാണ് ഈ കേസിനകത്ത് എന്താണ് വിധി പറയാൻ പോകുന്നതെന്ന് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു, ആളുകൾ ശ്രദ്ധയോട് കേൾക്കാൻ ചെയ്തു. അപ്പൊ ഇങ്ങനൊരു ചെറിയ നിരീക്ഷണങ്ങൾ ആയിരിക്കില്ല, നല്ല നിരീക്ഷണങ്ങളായിരിക്കാം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം നല്ല രൂപത്തിലുള്ള ഫൈൻഡിങ്സിലേക്ക് കോടതി എത്തി കാണും. എങ്കിലും ആധികാരികമായിട്ട് ഇങ്ങനൊരു കേസിനകത്ത്, ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൻസേഷണൽ ആയിട്ടുള്ള കേസിനകത്ത് ഒരു 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 നടപടി അല്ലെ ഒരു തീരുമാനം കോടതി എടുത്തിട്ടുള്ളത്. അപ്പൊ അത് എന്താണ് കോടതി അത്തരത്തിൽ അതിനകത്ത് കണ്ടെത്തിയിട്ടുള്ള ഫൈൻഡിങ്സ്, അത് പഠിച്ച് മനസ്സിലാക്കി ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാതെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ എന്തെങ്കിലും കേട്ടപാട് അത് ഒരു പ്രതികരണം നടത്തുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിയാകില്ല. മനസ്സിലാക്കിയതിനു ശേഷം തീർച്ചയായിട്ടും അതിന് മറുപടി ഉണ്ടാകും, സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളുടെ തീരുമാനം ഉണ്ടാകും. മന്ത്രി സജി ചെറിയാന്റെ ഈ പ്രതികരണത്തോട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്, സജി ചെറിയാനും മന്ത്രിസഭയും സർക്കാരും ഈ വിഷയത്തിൽ ഉരുണ്ട് കളിക്കുകയാണ് എന്നാണ്. ആ ഉരുണ്ട് കളിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ളൊരു വിധി പ്രസ്താവത്തിലേക്ക് കോടതി എത്തിച്ചേർന്നത് എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ വാർത്തയോട് പ്രതികരിച്ചത്. എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടതോടുകൂടി ദിലീപിനെ സംബന്ധിച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതായിരിക്കും. സിനിമാ വ്യവസായത്തിലേക്ക് കൂടുതൽ ശക്തിയോടുകൂടി തിരിച്ചെത്താനും തൻ്റെ പ്രാബല്യം അതിൽ അടിയുറപ്പിച്ച് വ്യക്തമാക്കാനും ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ശ്രമമുണ്ടാവും എന്ന് മാത്രമല്ല, ഈ വിധി വന്നതിൻ്റെ തൊട്ട് പിറകെ തന്നെ ആക്രമണോത്സുകമായ രീതിയിൽ തന്നെ തൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യർക്കെതിരെ ഉള്ള പരാമർശം ദിലീപ് നടത്തുകയുണ്ടായി. മഞ്ജു വാര്യർ ഈ സംഭവം നടന്നതിന് ശേഷം 2017 ഫെബ്രുവരി 17 ശേഷം ആ സംഭവത്തോട് പ്രതികരിച്ചുകൊണ്ട് സിനിമാ മേഖലയിലുള്ളവർ യോഗം ചേർന്നപ്പോൾ അവിടെ വെച്ച് ഈ രീതിയിൽ തനിക്കെതിരെ ഒരു ഗൂഢാലോചന, ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും സിനിമാ വിഭാഗത്തിലൊരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിന് വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാണ് ക്രിമിനൽ ഗൂഢാലോചന നടന്നു എന്ന് സംശയിക്കുന്നുവെന്ന്. അപ്പോൾ മഞ്ജു വാര്യർ തന്നെ അത് പറയുമ്പോൾ അതിനകത്ത് എന്തോ സംശയിക്കത്തക്കതുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി. വാസ്തവത്തിൽ മഞ്ജു വാര്യരും കൂട്ടരും നടത്തിയ ഗൂഢാലോചനയുടെ ഇരയാണ് താൻ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വിധി പ്രസ്താവത്തിൽ വെറുതെ വിടപ്പെട്ട ഈ നിമിഷത്തിലും ഒരു മറുവാദമുണ്ടാക്കിക്കൊണ്ട് ദിലീപ് അവിടെ നിന്ന് പോയത്. സ്വാഭാവികമായിട്ടും മേൽക്കോടതികളെ സമീപിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരും. പോലീസ് കള്ളക്കഥ മെനഞ്ഞു, അത് കോടതിയിൽ പൊളിഞ്ഞു എന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് സൂചിപ്പിക്കുന്നു. നമ്മൾക്ക് ഈ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട ഈ നിമിഷങ്ങളിൽ അതിൻ്റെ തുടർ വാർത്തകൾ സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ടതാണ്. അതിജീവിത ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.
നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള വിധി പ്രസ്താവന വന്നതിൻ്റെ തൊട്ടുപിറകെയുള്ള ഈ നിമിഷങ്ങൾ കേരളമുടനീളം രണ്ട് ചേരികളായിട്ട് തരംതിരിഞ്ഞുകൊണ്ട് ഈ വാർത്തയെ സമീപിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിൽ വലിയ രീതിയിലുള്ള നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം നടൻ ദിലീപ് നിരപരാധിയാണ്, അദ്ദേഹം പാവമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ നിമിഷം സന്തോഷിക്കേണ്ട നിമിഷങ്ങളാണ്. ദിലീപിനെ വെറുതെ വിട്ട കോടതിയുടെ നടപടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നീതി ജയിക്കട്ടെ, സത്യമേവ ജയതേ, സത്യമേവ ജയതേ എന്നുള്ള വാക്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അണിനിരത്തിക്കൊണ്ട് ദിലീപിനെ അനുകൂലിക്കുന്നവർ വലിയ രീതിയിൽ കോടതിയുടെ വിധിയെ ഹർഷാരവങ്ങളോടുകൂടി സ്വാഗതം ചെയ്യുന്നു. മറുഭാഗത്ത് അതിജീവിതയുടെ ഈ പറയുന്ന നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല എന്നും മേൽക്കോടതിയെ സമീപിക്കും എന്നും സൂചിപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ മറുഭാഗത്തു നിന്നുണ്ടാവുന്നു. എന്നാൽ ദിലീപിനെ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ലഡു വിതരണം അടക്കമുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. ദിലീപ് ഇനി ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കൂടിയാലോചന നടത്തുകയാണ്. പ്രത്യേകിച്ചും മേൽക്കോടതിയെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകും. ഇപ്പോഴുള്ള ഈ അഭിഭാഷക സംഘത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ടായിരിക്കും ദിലീപ് മുന്നോട്ടുള്ള നീക്കങ്ങളിലേക്ക് കടക്കുക എന്ന് പറയുന്നത്. അതേസമയം ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് പോളിംഗ് ബൂത്തുകളിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടർമാർ പോകുന്നതിൻ്റെ തലേ ദിവസമാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഈ ദിവസത്തിൽ ദിലീപിനെ വെറുതെ വിടുന്ന കോടതിയുടെ നടപടിയിലേക്ക് എത്തിച്ചത് പ്രോസിക്യൂഷൻ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രോസിക്യൂഷൻ്റെ കുറവാണ് എന്നുള്ള നിലയ്ക്ക് അതിനെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു എന്ന് വന്നേക്കാം. അങ്ങനെ പ്രതിപക്ഷം ശ്രമിക്കുമെന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് തൊട്ട് മുമ്പ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. ഇത് സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ്റെ ഉരുണ്ടുകളിയാണ്, ദിലീപിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഉരുണ്ടുകളിയാണ് എന്നുള്ളതിലേക്ക് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സൂചിപ്പിക്കുകയുണ്ടായി. അതേസമയം മന്ത്രി സജീഷ് ചെറിയാൻ സൂചിപ്പിച്ചത് ഈ വിഷയത്തിൽ ഈ കോടതിയുടെ വിധി പ്രസ്താവം പരിപൂർണമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു, പഠിച്ചിട്ട് മേൽക്കോടതിയെ സമീപിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അതിലുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മേൽക്കോടതിയെ സമീപിക്കുന്ന കാര്യം പ്രോസിക്യൂഷനെ സംബന്ധിച്ചിട്ട് തീരുമാനിക്കുക എന്ന് മന്ത്രി സജി ചെറിയാൻ സൂചിപ്പിക്കുകയുണ്ടായി. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് ഈ പറയുന്ന കൂട്ടബലാത്സംഗം നടന്നു എന്ന് കൃത്യമായിട്ടും സൂചിപ്പിച്ചുകൊണ്ട് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിക്കുമ്പോൾ ആ പ്രതികൾ അങ്ങനെ കൂട്ടബലാത്സംഗം നടത്താൻ കാരണക്കാരനായിട്ടുള്ള ഒരാൾ ഉണ്ടാവില്ലേ, അതിന് പ്രേരിപ്പിക്കുകയും അതിനൊത്താശ ചെയ്യുകയും ചെയ്ത ഒരാൾ മറവിൽ ഇല്ലേ, ആ ആളുടെ കാര്യത്തിൽ കോടതി എന്ത് പറഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നായിട്ട് നിൽക്കുന്നു. അയാൾ എവിടെയോ ഒളിഞ്ഞു നിൽക്കുന്നു, അതാരാണ്, ഇനി അതല്ല എങ്കിൽ എന്ത് എന്നുള്ള കാര്യങ്ങൾ ഈ കോടതിയുടെ വിധി പ്രസ്താവനയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വിശദമായിട്ട് പരിശോധിച്ച് പഠിച്ച് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും മന്ത്രി സജി ചെറിയാനോട് ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ മന്ത്രി സജി ചെറിയാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ഒരാൾ ഈ പറയുന്ന രീതിയിലുള്ള ഒത്താശ നൽകുകയും ഗൂഢാലോചന ചെയ്യുകയും ചെയ്യുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണല്ലോ പോലീസ് പരിശോധിച്ചത്. പോലീസിന്റെ അന്വേഷണം അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ ഒരു ഭാഗത്ത്, പക്ഷേ ആ തെളിവുകൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പര്യാപ്തമല്ല എന്ന് കണ്ടുകൊണ്ട് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. കുറ്റക്കാരനല്ല ദിലീപ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുഞ്ചിരി നിറഞ്ഞ മുഖവുമായിട്ട് ആത്മവിശ്വാസത്തോടുകൂടി കൈ ഉയർത്തിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും താൻ പെരുമാറുക എന്നുള്ളതിൻ്റെ കൃത്യമായ ശരീരഭാഷയോടുകൂടി തന്നെ ദിലീപ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നു. അതിജീവിതയെ സംബന്ധിച്ചിട്ട് എന്ത് പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധിയായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ നിരത്തുന്ന തെളിവുകളല്ല കോടതിയുടെ തെളിവുകളെന്ന് മാപ്രകൾ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നാണ്. ഈ വിഷയത്തിൽ ആക്രമണോത്സുകമായിട്ട് കോടതിയുടെ വിധി വന്നതിന് ശേഷവും കോടതിയുടെ വിധിയല്ല യഥാർത്ഥ വിധി, ഞങ്ങൾ മാധ്യമങ്ങൾ വിധിക്കുന്ന വിധിയാണ് യഥാർത്ഥ വിധി എന്ന് നടിക്കുന്ന ചിലർക്ക് നേരെ സൂചിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രതികരണങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ശ്രീജിത്ത് പണിക്കർ എഴുതിയിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഇനി അയാൾ പറയട്ടെ എന്നാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഒരു പക്ഷം മാത്രമാണ്. ഇരുപക്ഷവും കേട്ടതും തെളിവുകൾ കണ്ടതും കോടതി മാത്രമാണ്. ഒരു കൊടും ക്രിമിനലിന്റെ വാക്ക് കേട്ട് 8 കൊല്ലം അന്വേഷിച്ചിട്ടും ഗൂഢാലോചനയും കൊട്ടേഷൻ കൊടുക്കലും ഒന്നും കോടതിയെ ബോധിപ്പിക്കാൻ കേരള പോലീസിലെ മിടുക്കന്മാർക്കും ചാനൽ ചർച്ചകളിൽ ഡയലോഗ് ആച്ചിയ അഭിഭാഷകർക്കും സാധിച്ചില്ലെങ്കിൽ ബാക്കി ഇനി അയാൾ പറയട്ടെ. 8 കൊല്ലം എന്നത് ഒരു ചെറിയ സമയമല്ലെന്ന് എല്ലാവരും സമ്മതിക്കുമല്ലോ. ഇന്ന് തോറ്റത് പ്രോസിക്യൂഷൻ മാത്രമല്ല, ഏകപക്ഷീയമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മിക്ക മാധ്യമങ്ങളും കൂടിയാണ് എന്നാണ് ശ്രീജിത്ത് പണിക്കർ എഴുതിയിരിക്കുന്നത്. ദിലീപ് തന്റെ കേസ് നേരിട്ടത് സാമൂഹ്യ മാധ്യമത്തിൽ അല്ല, കോടതിയിലാണ് എന്ന് ഓർക്കണം. അയാൾക്ക് പറയാനുള്ളതും നമ്മൾ കേൾക്കണം. അതിന് കേരളത്തിനും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. ഒപ്പം തന്നെ
പ്രമുഖരായിട്ടുള്ള നിർമ്മാതാക്കളിൽ പലരും ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു. ഒന്ന്, ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ അർത്ഥം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി കൃത്യമായി വ്യക്തമാക്കിയ സ്ഥിതിക്ക് ആ ദിലീപിന്, കുറ്റക്കാരനല്ലാത്ത ദിലീപിനെ ജയിലിൽ കിടക്കേണ്ടി വന്ന ആ നാളുകൾ ആര് തിരിച്ചു കൊടുക്കും? ഇങ്ങനെ ഗൂഢാലോചന ദിലീപിനെതിരെ നടത്തി പോലീസും ഒരു വിഭാഗം സിനിമാ പ്രവർത്തകരും, ഒപ്പം തന്നെ ദിലീപ് ആരോപിക്കുന്നത് പോലെ തന്നെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം പൊതുയോഗത്തിൽ സൂചിപ്പിച്ച ആ വ്യക്തിയും ചേർന്നുകൊണ്ട് ഇങ്ങനെ ഗൂഢാലോചന നടത്തിയതുകൊണ്ടാണല്ലോ കുറ്റം ചെയ്യാത്ത ദിലീപിന് ഏറെ നാളുകൾ ജയിലിൽ കിടക്കേണ്ടി വന്നത്. അന്ന് ദിലീപിന്റെ മകൾ അടക്കമുള്ളവർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, സ്കൂളിൽ പോലും പോകാൻ പറ്റാതെ, സ്കൂളിൽ ചെല്ലുമ്പോൾ ബലാത്സംഗക്കാരനായിട്ടുള്ള ആളാണല്ലോ അച്ഛൻ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്ന് അവരെ ബാംഗ്ലൂരിലേക്ക് മാറ്റേണ്ടി വന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ആര് ഉത്തരം പറയും? ദിലീപിന് നഷ്ടപ്പെട്ടു പോയ ആ ദിവസങ്ങൾക്ക് ആര് ഉത്തരം പറയും എന്നുള്ള ചോദ്യങ്ങൾ ചില നിർമ്മാതാക്കൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവരുടെയും ദിലീപിനൊപ്പം നിൽക്കുന്നവരുടെയും പ്രതികരണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിട്ട് നിറയുകയാണ് ഈ നിമിഷങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ പുറത്ത് പൊതുസമൂഹത്തിലും ആളുകളുടെ സംഭാഷണങ്ങൾ, പ്രതികരണങ്ങൾ എന്നിവ വരുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയെയാണ് ഏറ്റവും അധികം അഭിനന്ദിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് ദിലീപ് കോടതിയിൽ നിന്ന് സന്തോഷത്തോടുകൂടി ഇറങ്ങിയത്, തൻ്റെ ഈ കേസിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് രാമൻപിള്ളയെ ദിലീപ് കാണുകയുണ്ടായി, സന്തോഷം അറിയിക്കുകയുണ്ടായി. കുറ്റക്കാരനല്ല എന്നുള്ള വിധിയിലേക്ക് എത്തിച്ചേരാൻ അഭിഭാഷകൻ അദ്ദേഹം ശ്രമിച്ചത് ഏറ്റവും ഉചിതമായ രീതിയിലാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുന്ന ഈ വിധി പ്രസ്താവന വരുന്നതോടുകൂടിയിട്ട് ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നാളെ അതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള വാർത്താ പ്രാധാന്യം ഇത് നേടുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾക്ക് ധാരാളം സാധ്യതകളുണ്ട്. അനുബന്ധമായിട്ടുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർ, സിനിമാ മേഖലയിലുള്ളവർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ ഒക്കെ പ്രതികരണങ്ങളായിട്ട് മുന്നോട്ട് വരും. ആ പ്രതികരണങ്ങളൊക്കെ നിൽക്കുമ്പോഴും പ്രധാനപ്പെട്ട കാര്യം കോടതിയാണ് എന്ന് ഓർക്കേണ്ടതുണ്ട്. കോടതി ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ മേൽക്കോടതികളിലേക്ക് പോവുകയും നിയമയുദ്ധം നടത്തുകയും ചെയ്യാം എന്നുള്ളതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കും അതേപോലെ പ്രതികരണ തൊഴിലാളികൾക്കും നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയും. അതുകൂടി ഉൾപ്പെടുന്നതാണ് സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട ഈ നിമിഷം ധാരാളം തുടർ വാർത്തകൾക്ക് സാധ്യതയുണ്ട്. ഒപ്പം ആദ്യത്തെ 6 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. അത് അവരുടെ ശിക്ഷാവിധി ഏത് രീതിയിലുള്ളതായിരിക്കുമെന്ന് ഡിസംബർ 12-ാം തീയതി കോടതി വിശദമായ വാദം കേട്ടതിന് ശേഷം അവർക്കുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്യും. മാർട്ടിൻ ആന്റണി അടക്കമുള്ള പൾസർ സുനി അടക്കമുള്ളവർക്കുള്ള ശിക്ഷാവിധി ഇനി ഡിസംബർ 12-ാം തീയതിയായിരിക്കും പ്രഖ്യാപിക്കാൻ പോവുക. പ്രസാദ് കാളിദാസൻ, അതേപോലെ തന്നെ വിനയ, അതുല്യ എന്നിവർ നമ്മോടൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങൾക്കായിട്ട് അല്പസമയത്തിനകം ചേരും. എന്തായാലും ഇപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂട്ടബലാത്സംഗം തെളിഞ്ഞു എന്ന് കോടതി കൃത്യമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. അതേസമയത്ത് തന്നെ ഗൂഢാലോചനയ്ക്ക് തെളിവുകളില്ല, അതുകൊണ്ട് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഇതിലെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് കൂട്ടബലാത്സംഗം നടന്നുവെന്നും പ്രേരണാക്കുറ്റം നിലനിൽക്കുമെന്നും കോടതി സൂചിപ്പിക്കുന്നു. അതേസമയത്ത് ഗൂഢാലോചന അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദിലീപിൻ്റെ വക്കീലായിട്ടുള്ള രാമൻപിള്ള പറയുന്ന കാര്യം ഇതല്ലാതെ വേറെ വിധി പറ്റില്ല എന്നുള്ളതാണ്. കള്ളത്തെളിവ് കൊണ്ടൊരു കേസ് ജയിക്കാൻ പറ്റില്ല. ന്യായമായ വിധി ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇതല്ലാതെ വേറെ ഒരു വിധി ഒരു കോടതിക്കും പറ്റില്ല. കള്ളത്തെളിവ് കൊണ്ട് ദിലീപിനെതിരെ ഒരു കേസ് ജയിക്കാൻ പറ്റില്ല. ന്യായമായ വിധി ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിച്ചതിൻ്റെ ഫലം ഇപ്പോൾ ന്യായമായിട്ടുള്ള വിധിയായിട്ട് തന്നെ വന്നിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. സത്യത്തിനും നീതിക്കും ന്യായത്തിനും യോജിച്ച വിധിയാണ് ഇത് എന്നാണ് ദിലീപിൻ്റെ വക്കീലായിട്ടുള്ള രാമൻപിള്ള പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ദിലീപ് എത്തി. ഈ കേസ് കോടതിയിൽ നിന്ന് നേരെ രാമൻപിള്ളയെ കാണാനാണ് ദിലീപ് എത്തിയത്. അതേസമയത്ത് അന്വേഷണ സംഘത്തിൻ്റെ മുൻ മേധാവിയായിട്ടുള്ള ബി സന്ധ്യ പറഞ്ഞിരിക്കുന്നത് ഇത് അന്തിമ വിധിയല്ല, മേൽക്കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം, ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ മുൻ മേധാവിയായിട്ടുള്ള ബി സന്ധ്യ
പ്രതികരിച്ചിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്, എന്നും അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ, ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്, അതിനായിട്ട് കർശനമായ നടപടി സ്വീകരിക്കും. കോടതി വിധി പുറത്ത് വന്നതിൻ്റെ ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ, വിധി പ്രസ്താവത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം കൂടുതൽ പ്രതികരിക്കാം. കോടതി ശിക്ഷിച്ച കാരണവും വെറുതെ വിട്ട കാരണവും അറിയേണ്ടതുണ്ട് എന്നാണ് മന്ത്രി സജി ചെറിയാൻ സൂചിപ്പിച്ചത്. ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജു വാര്യർ ആദ്യം വെളിപ്പെടുത്തിയത് കൊച്ചിയിൽ ചേർന്ന ചലച്ചിത്ര പ്രവർത്തകരുടെ യോഗത്തിലായിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇന്ന് കോടതിയിൽ നിന്ന് വെറുതെ വിട്ടതിന് ശേഷം ദിലീപ് പ്രതികരിച്ചതും ആ മഞ്ജു വാര്യരുടെ പ്രതികരണമാണ് വാസ്തവത്തിൽ തനിക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയായിട്ട് മാറിയത്. ഇപ്പോൾ തെളിവുകൾ തനിക്ക് അനുകൂലമായി എന്ന് ദിലീപ് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നു എന്ന് ദിലീപ് സൂചിപ്പിച്ചിരിക്കുന്നു. തന്നെ പ്രതിയാക്കാൻ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നു. എല്ലാം തുടങ്ങിയത് അമ്മയുടെ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തിന് ശേഷമാണ് എന്നും നടൻ ദിലീപ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി പ്രതികരിച്ചിരിക്കുന്നു. അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ സംഘവും ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത്. തൻ്റെ കരിയർ നശിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. കേസിൽ ഒപ്പം നിന്നവർക്ക് നന്ദി പറയുന്നുവെന്ന് ദിലീപ് സൂചിപ്പിച്ചു. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞത് മുതലാണ് എനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത്. അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥയും ഉന്നത ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസും ചേർന്നാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായി മുഖ്യപ്രതിയെയും കൂട്ടുപ്രതികളെയും പോലീസ് കൂട്ടുപിടിച്ചു. പോലീസ് ചില മാധ്യമങ്ങളെ തന്നെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു. ആ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. പോലീസിന്റെ കള്ളക്കഥയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാൻ ശ്രമിച്ചതാണ്. സമൂഹത്തിൽ എൻ്റെ കരിയറും ജീവിതവും നശിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത്. കൂടെ നിന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പ്രാർത്ഥിച്ചവരോടും നന്ദി പറയുന്നു, പ്രത്യേകിച്ചും വക്കീലായ രാമൻ പിള്ളയോടും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്തായാലും കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള കേസിലെ ഗൂഢാലോചനാവാദം ആദ്യം ആരോപിക്കപ്പെട്ടത് അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായിട്ടുള്ള അമ്മ കൊച്ചിയിൽ നടത്തിയ യോഗത്തിലായിരുന്നു. അന്ന് നടി മഞ്ജു വാര്യരാണ് ഇക്കാര്യം യോഗത്തിൽ ഉന്നയിച്ചത്. ഈ കേസിലെ മുഖ്യ സാക്ഷികളിൽ ഒരാളായിരുന്ന മഞ്ജു കോടതിയിൽ നൽകിയ മൊഴികൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കോടതി വിധിയിലൂടെ മാത്രമേ ആ മൊഴികൾ പുറത്തു വരികയുള്ളൂ. അതാണ്. എന്തായാലും 2017 ഫെബ്രുവരി 17 കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ഷൂട്ടിങ്ങിന് ശേഷം തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയ്ക്കിടെ ഒരു സംഘം നടിയുടെ കാർ തടഞ്ഞു നിർത്തുകയും അതിക്രമിച്ച് കയറി ആക്രമിക്കുകയും അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത ആ സംഭവത്തിൽ നടൻ ദിലീപ് ഉൾപ്പെടെ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 8ാം പ്രതി ആണ് ദിലീപ്. 1ാം പ്രതി പൾസർ സുനി എന്ന സുനിൽകുമാർ, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ്, സലീം, H പ്രദീപ്, ചാർലി തോമസ്, സനിൽകുമാർ, ശരത് ജി നായർ എന്നിവരാണ് മറ്റ് പ്രതികൾ. അവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ എന്ന് പറയുന്നത് ബലാത്സംഗവും ഗൂഢാലോചനയും സ്ത്രീത്വത്തെ അപമാനിക്കലും അന്യായമായി തടങ്കൽ വയ്ക്കുകയും ബലപ്രയോഗവും തെളിവ് നശിപ്പിക്കലും അശ്ലീല ചിത്രം എടുക്കലും പ്രചരിപ്പിക്കലും തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. സംഭവം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ മുഴുവൻ പ്രതികളെയും പോലീസ് പിടികൂടി. 2017 ജൂലൈ 10 ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2017 ജൂലൈ 11 ആലുവയിലെ സബ് ജയിലിൽ അടച്ചു. ഒക്ടോബർ 3 ഉപാധികളോടെ ജാമ്യം ലഭിച്ചു. 2018 മാർച്ച് 8 സാക്ഷി വിസ്താരം തുടങ്ങി. 261 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 1700 രേഖകൾ പരിഗണിച്ചു. സിനിമാക്കാരും നടൻ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള 28 പേർ മൊഴി മാറ്റി. അതിനുശേഷം ഇന്ന് ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. നടൻ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നാൾവഴിയുടെ ഇപ്പോഴത്തെ ഈ നിമിഷത്തെ വിവരം. കോടതിയിൽ നിന്ന് പ്രസാദ് കാളിദാസ് ചേരുന്നു.
നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് പിന്നാലെ നടി മഞ്ജു വാര്യർക്കും പോലീസിനുമെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നടൻ ദിലീപ് ഉയർത്തിയത്. കേസിൽ യഥാർത്ഥ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയാണ് എന്ന് ദിലീപ് കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. മഞ്ജു വാര്യരുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് തനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ക്രിമിനൽ പോലീസ് സംഘവും ഒപ്പം തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥയും ചേർന്ന് കേസിൽ തന്നെ പെടുത്തുകയായിരുന്നുവെന്നാണ് ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യർ പറഞ്ഞ ഇടത്തു നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത്. അതിനായി കേസിലെ മുഖ്യപ്രതിയായ വ്യക്തിയെ കൂട്ടുപിടിച്ച് ജയിലിലുണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ച് പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പോലീസ് സംഘം അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമപ്രവർത്തകരെയും കൂട്ടുപിടിച്ച കള്ളക്കഥ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു എന്നാണ് ദിലീപിന്റെ വാക്കുകൾ. ഇന്ന് കോടതിയിൽ പോലീസ് സംഘമുണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്, എൻ്റെ കരിയറും എൻ്റെ ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ദിലീപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആദ്യം പ്രതികരിച്ചതിൽ ഒരാൾ നടി മഞ്ജു വാര്യരായിരുന്നു. ഈ സംഭവം നടന്നതിന്റെ പിറ്റേന്ന് നടിക്ക് പിന്തുണയർപ്പിച്ച് കൊച്ചിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് മഞ്ജു വാര്യർ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം പറഞ്ഞത്. ആ വേദിയിൽ നടൻ ദിലീപ് ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയ ഡ്രൈവർമാരുണ്ട്. അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. അതുമാത്രമല്ല, ഒരു സ്ത്രീക്ക് വീടിനകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹതയുണ്ട്. ആ ഒരു സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അന്ന് മഞ്ജു വാര്യർ പറഞ്ഞത്. അപ്പോൾ അവിടെ മുതലാണ് ഇതിനകത്തുള്ള ഈ കൂട്ടബലാത്സംഗം ഇന്ന് കോടതി കൃത്യമായിട്ടും നടന്നു എന്ന് പറഞ്ഞ ആ കൂട്ടബലാത്സംഗത്തിനേക്കാൾ ഉപരി, ആ കൂട്ടബലാത്സംഗം ആര് ചെയ്തു, എങ്ങനെ ചെയ്തു, എപ്പോൾ ചെയ്തു എന്നതിനേക്കാൾ ഉപരി അത് ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചതാര്, അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എങ്കിൽ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്ന ആ ഗൂഢാലോചനയാണല്ലോ എന്നുള്ള നിലയ്ക്ക് 2017 ഫെബ്രുവരി 17 മുതൽ തുടങ്ങിയ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ എന്നിവയുടെ തുടർച്ചയായിട്ട് ഇന്ന് കോടതി കൃത്യമായിട്ടും ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. കോടതിയിൽ നിന്ന് പ്രസാദ് കാളിദാസൻ ചേരുന്നു. കേരളത്തെ ആകെ ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്ന പശ്ചാത്തലത്തിൽ 2017 ഫെബ്രുവരിയിൽ സിനിമാ സെറ്റിലേക്ക് പോകുന്നതിനിടെ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച ആ കേസിലെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ പ്രതികൾക്കാണ് ഇനി ജയിലിൽ പോകേണ്ടി വരിക എന്നതും നടൻ ദിലീപിന് ഇനി പൊതുസമൂഹത്തിൽ തല ഉയർത്തി പിടിച്ച അഭിമാനത്തോടു കൂടി നടക്കാമെന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. കോടതിയിൽ നിന്ന് പ്രസാദ് കാളിദാസൻ ചേരുന്നു. വിചാരണ നടപടികൾക്കൊടുവിൽ ആ വിധി വന്നിരിക്കുകയാണ്. ദിലീപ് കുറ്റക്കാരനല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ മേൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളെല്ലാം ശരി തന്നെയെന്ന് കണ്ടെത്തി. അവർക്കുള്ള ശിക്ഷാവിധി 12-നാണ്. അതേസമയം ഏറെ നിർണായകമെന്നുള്ളത് 7 മുതൽ 10 വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ളതാണ്. കാരണം തെളിവുകൾ, അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതിൽ 8ാം പ്രതി നടൻ ദിലീപിനെയും വെറുതെ വിട്ടിരിക്കുന്നു. ഗൂഢാലോചനയായിരുന്നു നടൻ ദിലീപിന് മേൽ ചുമത്തിയിരുന്ന കുറ്റം. അതോടൊപ്പം തന്നെ നേരത്തെ ബലാത്സംഗ കുറ്റം കൂടി അന്ന് ചുമത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത്തരത്തിലുള്ള പല നിയമ പോരാട്ടങ്ങൾ ഒക്കെ തന്നെ നടന്നു. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് ഗൂഢാലോചന, അതായത് ദിലീപ് ഈ ഗൂഢാലോചനയിലൂടെ നടിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആ ഒരു വാദം നിലനിൽക്കുന്നില്ല. അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഒപ്പം 7ാം പ്രതി ചാർലി തോമസ് ആണ് ഈ പ്രതികൾക്ക്
ഒളിവിൽ കഴിയുന്നതിനായുള്ള സഹായമൊക്കെ ഒരുക്കിയത്. അപ്പോൾ ആ കുറ്റവും ചാർലി തോമസിന് മേൽ അത് തെളിയിക്കാൻ സാധിച്ചില്ല. 8 കഴിഞ്ഞ് 9 വരുമ്പോൾ ജയിലിൽ ഈ പ്രതികൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത് അല്ലെങ്കിൽ അവർക്ക് സഹായങ്ങൾ ചെയ്ത ഒരാളാണ് ഈ സനൽ കുമാർ എന്ന മേസ്തിരി സനൽ. ഒപ്പം ദിലീപിന്റെ സുഹൃത്തായ 10ാം പ്രതി. ഇവരെ ഈ 7 മുതൽ 10 വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ളത്. അവർക്കുള്ള ശിക്ഷാവിധി 12-നാണ് ഉണ്ടാവുക. 2017 നടന്ന സംഭവം, 6 വർഷം വിചാരണ നീണ്ട ഒരു സംഭവം, പലതരത്തിലുള്ള നിയമ നടപടികൾ, മേൽക്കോടതി വരെ, പരമോന്നത കോടതി വരെ എത്തിയ നീക്കങ്ങൾ, അതിജീവിതയുടെ നീക്കങ്ങൾ, ഒപ്പം നടൻ ദിലീപിന്റെ 90ഓളം വരുന്ന ഹർജികൾ, ഇത്തരത്തിലുള്ള ഹർജികളൊക്കെ പരിഗണിച്ച് ഇതിനിടയിൽ സെഷൻസ് കോടതിയെ വരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള അതിജീവിതയുടെ ചില നിയമ നീക്കങ്ങൾ, ഇത്തരത്തിലുള്ള നിരവധി സംഭവ വികാസങ്ങൾ കഴിഞ്ഞ് ഒടുക്കം 261 സാക്ഷികളെ വിസ്തരിച്ച് സാക്ഷി വിസ്താരത്തിന് മാത്രം 438 ദിവസം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു ദൈർഘ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സമയത്ത് ഇതിൽ എടുക്കപ്പെട്ട അല്ലെങ്കിൽ ഇരയ്ക്ക് നീതി ലഭിക്കുന്നില്ല, അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് കണ്ട് വനിതകളുടെ സിനിമാ ലോകത്തുള്ള വനിതകളുടെ ഒരു കൂട്ടായ്മ തന്നെ പിറവിയെടുത്ത കഥ. അത്തരത്തിലുള്ള ഈ നീതി ലഭിക്കുന്നില്ല എന്നുള്ള തരത്തിൽ സിനിമയിലെ സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ചില കാഴ്ചകൾ ഒക്കെ തന്നെ നമ്മൾ കണ്ടു. എന്നിരുന്നാലും ഒരു തിടുക്കപ്പെട്ട ഒരു വിധിയിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു പരാതി ഈ ഒരു കേസിനെ സംബന്ധിച്ചുണ്ടാവില്ല. കാരണം അത്രയധികം സമയമെടുത്ത് സാക്ഷികളെ അത്രത്തോളം വിസ്തരിച്ച് ഏറ്റവും ഒടുക്കം വിസ്തരിച്ചത് അല്ലെങ്കിൽ പ്രോസിസാരം നടത്തിയത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായ ബൈജു എം പൗലോസിനെയായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ ഒരു സംഭവം ഈ അവസാനം അന്തിമവാദം പൂർത്തിയാകുന്നു. 142ഓളം തൊണ്ടി മുതലുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് 838 രേഖകളാണ്. സാക്ഷി വിസ്താരത്തിന് മാത്രം 438 ദിവസം എടുത്തു എന്നുള്ളതും കൂടിയുണ്ട്. ഇതിൽ ഇവർക്ക് മേൽ ചുമത്തപ്പെട്ട